ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് രാവിലെ മുതൽ തന്നെ ഉക്രൈന് മുകളിലൂടെ പറന്ന റഷ്യയുടെ ബോംബുകൾ വാരി വിതറുകയാണ് ഉക്രൈനിലെമ്പാടുമെന്നുള്ളത് തന്നെ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. ഏതാണ്ട് 17ഓളം ബോംബർ വിമാനങ്ങൾ, ഇതിൽ MiG-31 ഉൾപ്പെടെയുള്ള വിമാനങ്ങളാണ് ഈ മിസൈൽ വർഷങ്ങൾ ഉക്രൈൻ്റെ പല ഭാഗത്തായി നടത്തുന്നത്. ഉക്രൈനിലെ ജലവിതരണവും വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടതായി കെവിലെ മേയർ വിറ്റാലി ക്ലിച്ച്കോ പറഞ്ഞിരിക്കുന്നു. ഏതായാലും റഷ്യയിലെ സരട്ടോവിൽ 38 നിലകളുള്ള ഒരു റെസിഡൻഷ്യൽ ഫ്ലാറ്റിൽ ഡ്രോൺ ഉപയോഗിച്ച് തകർത്ത ഉക്രൈൻ്റെ നടപടിക്കെതിരെയാണ് റഷ്യയുടെ ഈ കനത്ത തിരിച്ചടി. വലിയ രീതിയിലുള്ള ബോംബാക്രമണം എന്ന് തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ റഷ്യയിലെ പുട്ടിൻ്റെ ഒരു സ്വഭാവം, ആ ഒരു സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള ഒരു തിരിച്ചടി തന്നെ അത് ഏവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. കഴിഞ്ഞ കുറേ നാളുകളായി റഷ്യയുടെ ചില പ്രദേശങ്ങൾ കൈയടക്കിക്കൊണ്ട് ഉക്രൈൻ്റെ വെല്ലുവിളി. കഴിഞ്ഞ ദിവസം റഷ്യയിലെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ ടവറായ സരോട്ടോവിലെ 38 നിലകളുള്ള ടവറിലേക്ക് ഡ്രോൺ ഇടിച്ചു കയറ്റി. വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളി. ഇതിൻ്റെ തിരിച്ചടിയാണ് ഇപ്പോൾ ഉക്രൈനിൽ നടക്കുന്നതെന്നാണ് പരക്കെ ഉയരുന്ന വാർത്തകൾ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.